ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ലൈൻമാൻ എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. കേരള PWDയിലേക്കുള്ള ലൈൻമാൻ്റെ എക്സാമിനേഷൻ ആയിരുന്നു. എക്സാമിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എവിടെയും പ്രസക്തമായി വന്നിരിക്കുകയാണ്. അതായത് കൺസെപ്റ്റ് ക്ലാരിറ്റി ഉള്ളവർക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ പരീക്ഷാ ഹാളിലെ പ്രിസഷൻ നിങ്ങളുടെ ആൻസറിനെ വളരെയധികം എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുമായിരുന്നു പരീക്ഷ പോയത്. അതായത് ക്വസ്റ്റ്യനുകൾ എല്ലാം തന്നെ വളരെ എളുപ്പമുള്ളതായിരുന്നു, എന്നാൽ അതിലേക്ക് വന്ന ഓപ്ഷനുകളുടെ നിലവാരം ഉയർന്നതായിരുന്നു. കൃത്യമായി കൺസെപ്റ്റ് ക്ലാരിറ്റി ഇല്ലാത്തൊരു ഉദ്യോഗാർത്ഥികൾക്ക് ഒപ്പം പരീക്ഷാ ഹാളിൽ കൃത്യമായിട്ട് ഡിസിഷൻ എടുക്കാനും കഴിയാത്ത ഒരാൾക്ക് ആ ഒരു എക്സാമിനേഷനിൽ ഉത്തരങ്ങൾ തെറ്റുവാനുള്ള സാധ്യതയുണ്ട്. അതായത് എല്ലാ ക്വസ്റ്റ്യനും അറിയുന്നത് പോലെ നമുക്ക് തോന്നും, കൃത്യമായ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ നമ്മുടെ ഉത്തരം തെറ്റാനും അതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്കിംഗ് വന്ന് നമ്മുടെ സ്കോർ പിന്നോട്ട് പോകാനുമുള്ളൊരു ചാൻസ് വളരെയധികം ഉണ്ടായിരുന്ന ഒരു എക്സാമിനേഷൻ ആയിരുന്നു ഈ കടന്നുപോയത്. അതായത് ഒന്നുകൂടി തെളിഞ്ഞിരിക്കുകയാണ്, പഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് കൺസെപ്റ്റ് ക്ലാരിറ്റിയോടുകൂടി പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷന് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ രണ്ട് മന്ത്രാസ് ആയിരുന്നു ഈ ഒരു എക്സാമിനേഷനിലേക്ക് എത്തിച്ചത്. ഒന്ന് നിരന്തരമായ പ്രാക്ടീസ്, ഒപ്പം കൺസെപ്റ്റ് ക്ലാരിറ്റി, സിലബസിൽ അധിഷ്ഠിതമായ കൺസെപ്റ്റ് ക്ലാരിറ്റിയും നിരന്തരമായ എക്സാം ഹാൾ പ്രാക്ടീസും. അതായത് മോക്ക് എക്സാമുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് പോയ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായിട്ടുള്ളൊരു എക്സാമിനേഷൻ ആയിരുന്നു. എന്നാൽ ഇത് ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തെറ്റുവാനുള്ള സാധ്യതകൾ, അതായത് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ഫെമിലിയർ ആയിട്ട് തോന്നും, നമ്മൾ അതിൽ പെട്ടെന്ന് ചാടിക്കൊത്തും, ആ ഉത്തരങ്ങൾ തെറ്റുവാനും അത് നിങ്ങളുടെ സ്കോർ വളരെയധികം കുറയ്ക്കുവാനും വഴിവെക്കുന്ന രീതിയിലായിരുന്നു എക്സാമിനേഷൻ. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, എക്സാം എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികളും വിജയാശംസകൾ. നല്ലൊരു റിസൾട്ട് നിങ്ങളെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് ഇനി വരുവാനുള്ള പ്രധാനപ്പെട്ട ഇലക്ട്രിക്കൽ എക്സാമിനേഷൻ ആണ്. അതിൽ ആദ്യമായിട്ട് ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഇത് ഒരുപക്ഷെ IT ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ്. യൂണിവേഴ്സിറ്റികളിലേക്കാണ് ഈ ഒരു പോസ്റ്റ് വിളിക്കുന്നത്. 28/11/25 നോട്ടിഫിക്കേഷൻ വരും എന്ന് കരുതുന്ന ഒരു എക്സാമിനേഷൻ ആണ്. ഇതെല്ലാം ഉപരി നമ്മൾ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് സബ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. KSEBയിലേക്കുള്ള സബ് എഞ്ചിനീയർ ആണ്. ഈ KSEBയിലേക്ക് ഉള്ള നിയമനത്തിന്റെ പ്രത്യേകത വളരെ നമ്പർ കൂടുതലാണ്. മാത്രവുമല്ല മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഭിന്നമായിട്ട് ഇതൊരു ബോർഡ് ആയതുകൊണ്ട് തന്നെ ശമ്പളം കുറച്ച് കൂടുതലുള്ള പോസ്റ്റാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രമോഷനാണ്. സബ് എഞ്ചിനീയർക്ക് രണ്ട് രീതിയിലാണ് പ്രമോഷൻ സാധ്യതകൾ. സബ് എഞ്ചിനീയറായിട്ട് കയറുന്ന ഒരാൾക്ക് ഒബ്വിയസ്ലി കിട്ടുന്ന പ്രമോഷൻ ഉണ്ട്. അതായത് 230 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പോകും. അതായത് 30 ടോട്ടൽ നമ്പറിലെ ഏതാണ്ട് 30 കാറ്റഗറി ഈ ഒരു രീതിയിൽ തന്നെ പ്രൊമോഷൻ കിട്ടി AE ആയിട്ട് പോകും. സമയമെടുത്ത് പ്രൊമോഷനായിട്ട് പോകുന്ന രീതിയുണ്ട്. ഇനി 10 എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. അതായത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ആൾക്കാർക്ക് AE ആയിട്ട് ടെസ്റ്റ് എഴുതാൻ വേണ്ടി PSC വിളിക്കുന്ന ഒരു രീതിയാണ്. അവസാനം നടന്ന ഈ എക്സാമിനേഷനിൽ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റൽ എക്സാം വിളിച്ചപ്പോൾ അന്ന് നോട്ടിഫിക്കേഷൻ വരികയും അതിന്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട 1 മുതൽ അവസാനം വരെയുള്ള മുഴുവൻ ആൾക്കാരെയും KSEB റിക്രൂട്ട് ചെയ്യുകയും ചെയ്തു. അതായത് ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് ഒരു ഷോർട്ട് ടൈമിലൂടെ AE ആവാനുള്ള ഒരു മാർഗം കൂടിയാണ്. മാത്രമല്ല ഇങ്ങനെ AE ആവുന്നവർക്ക് നമ്മൾ PSC വഴി തന്നെ കയറുന്ന AEയുടെ അതേ ട്രാക്കിൽ തന്നെ പ്രൊമോഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വരെ വളരെ ഈസി ആയിട്ട് നല്ലൊരു ചെറിയ പ്രായത്തിൽ കയറുന്ന ഒരു സബ് എഞ്ചിനീയർക്ക് ആവാനുള്ള അവസരം ഇത് ലഭിക്കുന്ന രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾ ടെസ്റ്റ് ഒന്നും എഴുതുന്നില്ല, നിങ്ങൾ കംഫർട്ടബിൾ സോണിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ പോലും ഒരു ഡിപ്ലോമ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക്, അയാൾക്ക് BTech ഇല്ല, ഡിപ്ലോമ മാത്രമേ ഉള്ളൂ, പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരന് നോർമലി തന്നെ എന്ത് ചെയ്യാം, പ്രൊമോഷനായിട്ട് ഒരു എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന്റെ പദവിയോ അതിന് മുകളിലോ വരെ നോർമലി പ്രൊമോഷനായി എത്താനും സാധ്യതയുള്ളതാണ്. അപ്പോൾ ഈ പോസ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിയമനമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പോലും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയാതെ തന്നെ 680-ലധികം പേർക്ക് നിയമനം കൊടുത്ത ഒരു തസ്തികയാണ്. ഉടൻ തന്നെ ഈ ഒരു നമ്പർ ചിലപ്പോൾ 700 ക്രോസ് ചെയ്ത് പോയിക്കൂടാഴികയില്ല. ഏതാണ്ട് 900-അടുത്താണ്, 900-ൽ കൂടുതൽ, 1000-ൽ താഴെ നമ്പർ ഓഫ് മെയിൻ കാൻഡിഡേറ്റ്സ് ആണ് ഇതിനകത്തുള്ളത്, മെയിൻ ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഏതാണ്ട് 90% നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള രീതിയിലാണ് നിലവിൽ നിയമനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മാത്രമല്ല KSEB ഓരോ ദിവസവും അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് KSEBയുടെ റോള് പവർ ഡിസ്ട്രിബ്യൂഷനിലുപരി ഒരു പവർ ബയർ എന്ന രീതിയിൽ കൂടി മാറുമ്പോൾ ഇത്തരത്തിലുള്ള
ജോബ് റോളുകൾ വളരെയധികം കൂടും എന്നതിൽ യാതൊരുവിധ സംശയമില്ല. മാത്രമല്ല ഇവിടെ AI പോലെയോ മറ്റേതെങ്കിലും ഒരു സാങ്കേതിക വിദ്യ വന്നാലോ ഒന്നും ഈ ഒരു മാൻ പവറിനെ റീപ്ലേസ് ചെയ്യാനും പറ്റില്ല എന്നതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റ്, അതായത് KSEBയുടെ സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിന്റെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ അല്ലെങ്കിൽ വേക്കൻസികളുടെ എണ്ണം കൂടി വരികയുള്ളൂ. മാത്രമല്ല റിട്ടയർമെന്റും വളരെ കൂടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ സബ് എഞ്ചിനീയർ ഗ്രേഡിലുള്ളവർക്കും പ്രൊമോഷനും കിട്ടും. ഈ ഒരു പ്രവണത വളരെ കൂടുതലായതുകൊണ്ട് ഏതൊരു ഇലക്ട്രിക്കൽ ഡിപ്ലോമ ബിടെക് ബിരുദധാരിയും കൃത്യമായി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടുന്ന ഒരു തസ്തികയാണ് ഈ സബ് എഞ്ചിനീയർ എന്നുള്ളത്. ഇവിടെ സബ് എഞ്ചിനീയറിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 29/11/2023 ഇതിന്റെ DOE നിലവിൽ വന്നതാണ്. അപ്പോൾ ഇതിന്റെ DOE തീരുന്നത് എന്ന് പറയുന്നത് 29/11/2026 അപ്പോൾ ഈ 26 തീരുന്ന DOEക്ക് പിറ്റേന്ന് തന്നെ എന്ത് വേണം, പുതിയ ഒരു റാങ്ക് ലിസ്റ്റ് വരണം. അപ്പോൾ PSC നിലവിൽ അങ്ങനെയാണ് എല്ലാ എക്സാമുകളും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരാനും നോട്ടിഫിക്കേഷനൊപ്പം തന്നെ എക്സാമിനേഷന്റെ ഡേറ്റ് വരാനുമാണ് സാധ്യത. കാരണം ഇപ്പോൾ ഒരു എക്സാമിനേഷനും നോട്ടിഫിക്കേഷനും തമ്മിലുള്ള അകലമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 120 ദിവസം മാക്സിമം ആണ്. അതിൽ കൂടുതലൊന്നും പോകുന്നില്ല. ചില എക്സാമിനേഷനുകളിലേക്ക് ഡേറ്റ് കേവലം 3 മാസം അല്ലെങ്കിൽ 4 മാസമായിട്ട് ചുരുങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോസ്റ്റിന് വേണ്ടി ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം, തയ്യാറെടുപ്പുകൾ തുടങ്ങണം. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ച് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തുക അത്ര എളുപ്പമല്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മത്സരത്തിന്റെ തോത് വളരെയധികം കൂടിയിട്ടുണ്ട്. അതായത് ഈ ഒരു പോസ്റ്റിലൊക്കെ ലക്ഷ്യമാക്കി പഠിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. അതായത് കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയ ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പം അവർക്കൊപ്പം നമ്മൾ കോമ്പീറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു പഠനം നേരത്തെ തന്നെ തുടങ്ങണം. അതിനായിട്ട് ഏണസ് അക്കാഡമി നിങ്ങൾക്കായിട്ടൊരു KSEB സബ് എഞ്ചിനീയറിന്റെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ലോങ് ബാച്ച് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ലഭിക്കുകയുള്ളൂ. അതായത് പഴയ PSC വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അധിക സമയം ലഭിക്കില്ല. അപ്പോൾ ഈ ഒരു സമയം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ ഈ പരീക്ഷയുടെയൊക്കെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അടിസ്ഥാനം, അതായത് ബേസ് ക്വസ്റ്റ്യനുകളൊക്കെ വരികയും ഒപ്പം തന്നെ ക്വസ്റ്റ്യനുകളുടെ നിലവാരം എന്ന് പറയുന്നത് ട്രിക്കി ആവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെയൊക്കെ ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നന്നായിട്ട് ബേസ് പഠിക്കണം. ഒപ്പം തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകൾ പഠിക്കണം. PSC ഇപ്പോൾ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കൊക്കെ മാറുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഓവർകം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. അപ്പം നന്നായിട്ട് പഠിക്കുവാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അതിനുശേഷം പഠിത്തത്തിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യാനുള്ള സമയം കണ്ടെത്തണം. ഇങ്ങനെയൊക്കെ ചെയ്തു പോയെങ്കിലേ നമുക്ക് നല്ല ഒരു സ്കോറിൽ, നല്ലൊരു റാങ്കിൽ എത്താൻ പറ്റുകയുള്ളൂ. KSEB ആയതുകൊണ്ട് തന്നെ നല്ലൊരു റാങ്കിൽ എത്തിയെങ്കിൽ മാത്രമേ ആദ്യം നമുക്ക് പ്രൊമോഷൻ കിട്ടുകയും ആദ്യം നമുക്ക് നിയമനം കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പം അത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യമാണ്. നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് ആദ്യത്തെ ബാച്ചിൽ തന്നെ അഡ്വൈസ് കിട്ടിയാൽ ആ ബാച്ചിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പ്രൊമോഷൻ ആവും. പക്ഷെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ അവസാനമാണ് വരുന്നതെങ്കിൽ നമ്മൾ 1-2 വർഷം പുറകിലാവുകയും നമുക്ക് കിട്ടേണ്ടുന്ന വലിയൊരു പൊസിഷനാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. 1-2 പൊസിഷൻ വിട്ടുപോകുമ്പോൾ തന്നെ നമുക്ക് റിട്ടയർമെന്റ് ടൈമിൽ കിട്ടുന്ന സാലറിയിലും അത് സാരമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. 50,000 മുതൽ 1 ലക്ഷം രൂപയുടെയൊക്കെ വ്യത്യാസങ്ങൾ പോലും നമ്മുടെ സാലറിയിലും നമ്മുടെ പെൻഷനിലും ഒക്കെ വലിയ മാറ്റങ്ങൾക്ക് അത് കാരണമാകും എന്നത് നമ്മൾ ഓർത്തു വെക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന ആഴ്ചകൾക്കുള്ളിൽ അഡ്വൈസ് കൊടുക്കുമ്പോൾ, ഫസ്റ്റ് അഡ്വൈസ് പോകുമ്പോൾ തന്നെ നമുക്കും ഉണ്ടാകണം എന്നൊരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പിൽ വേണം ഈ എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ അതിന് നിങ്ങൾ ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങുക. നമ്മുടെ ബാച്ചുകളൊക്കെ ഓൺലൈനാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും. കൂടാതെ നമുക്കൊരു പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്. മെന്റർ നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുകയും കൃത്യമായി നിങ്ങളുടെ പഠനം വിലയിരുത്തുകയും അതിന്റെ റെഗുലർ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസുകളുടെ മാർക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളെ ഗൈഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവന്ന രീതിയിലാണ് നമ്മൾ കോഴ്സുകളൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിൽ തയ്യാറെടുത്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു ജോലിയിൽ കയറാൻ പറ്റും. അതായത് ഏത് രീതിയിൽ തയ്യാറെടുത്താൽ നിങ്ങൾക്ക് ഈ ജോലിയിൽ കയറാൻ ഒക്കും എന്ന രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ഈ കോഴ്സിൽ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സർക്കാർ ജോലി, അതും KSEBയിൽ തന്നെ ഒരു സർക്കാർ ജോലി, അതും ഉയർന്ന ശമ്പളത്തിലും ധാരാളം പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു ജോലിയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുക. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഇന്ന് എക്സാം എഴുതിയ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഇനിയും നിങ്ങളെ തേടി KSEB സബ് എഞ്ചിനീയർ പോലുള്ള നല്ല പോസ്റ്റുകളിൽ നല്ല ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.